ഹലോ ഗൈസ്, വെൽക്കം ടു എസ് സ്റ്റോറീസ്. ഇപ്പം നിങ്ങൾ കേൾക്കുന്നുണ്ടാവും പബ്ജി കളിക്കാൻ വിളിക്കാണ്ട് അല്ല, അല്ലെങ്കിൽ പാൻ കേക്ക് ഉണ്ടാക്കാൻ അല്ല, എങ്കിൽ വായോ നമുക്ക് നോക്കാം എന്താണെന്ന്. യെസ്, അതിനുശേഷം നമ്മളിതാ പാന് സ്റ്റൗവിൽ വെച്ചു. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, മിൽമ അല്ലെങ്കിൽ നന്ദിനിക്കുട്ടിയുടെ 2 ടീസ്പൂൺ നെയ്യ് അങ്ങ് എടുത്തു. യെസ്, അത് നെയ്യ് ഉരുകി തുടങ്ങി ഗൈസ്. യെസ്, നല്ലപോലെ നെയ്യ് ഉരുകിയിട്ടുണ്ട്. ശേഷം നമ്മൾ എന്താ എടുത്തു, നമ്മുടെ നാട്ടിലുള്ള കൽപ്പശുദ്ധിയുടെ വെളിച്ചെണ്ണ, നല്ല അടിപൊളി വെളിച്ചെണ്ണയാണ്, നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം. അതങ്ങ് എടുത്തു. യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കിലോന് പൈസ കൂടുതലാണ് മക്കളെ, ശ്രദ്ധിച്ചേക്കണേ. പിന്നെ എനിക്ക് കിട്ടിയ പണി എന്താ വെച്ചാൽ, ബിരിയാണിയുടെ ഫസ്റ്റ് ക്വാളിറ്റി റൈസായ കൈമ അരി അങ്ങ് എടുത്ത് അത് കഴുകാനുള്ള ടാസ്ക് ആയിരുന്നു. അങ്ങനെ അത് ഒരു 2 കപ്പ് എടുത്ത് ഞാൻ എന്താക്കി, വെള്ളത്തിലിട്ട് കിളു 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 എന്ന് പറഞ്ഞ് അങ്ങനെ കഴുകുന്ന പോലെ അങ്ങ് കഴുകി. വാവ്, അങ്ങനെ ആ ജോബ് തീർത്തു. അപ്പോഴാണ് സാന്ദ്ര വി പി ഉള്ളിയിലേക്ക് പോയത്. യെസ്, ഉള്ളി വന്നു. സാന്ദ്ര വി പി ഇതാ സവാള ഗിരിഗിരി എന്ന് പറഞ്ഞുകൊണ്ട് ചുന എന്നിങ്ങനെ അരിയുകയാണ്. തീരെ കണ്ണിൽ നിന്നും വെള്ളം വരുന്നില്ല കേട്ടോ, വളരെ എക്സ്പേർട്ടാണ് ഗൈസ്. യെസ്, അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ എന്താക്കി, എൻ്റെ പണി കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ കഴുകി വെച്ച അരി എടുത്ത് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി അങ്ങ് വെച്ചു. പിന്നെയാണ് നമ്മൾ കുക്കറിലേക്ക് നോക്കിയത് ഗൈസ്. യെസ്, കുക്കറിൻ്റെ അകത്താണ് നമ്മുടെ ഐറ്റം കിടക്കുന്നത്. യെസ്, വിസിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി സാന്ദ്ര പണി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ഉള്ളി നമുക്ക് വേണം. അങ്ങനെ അതിങ്ങനെ വീണ്ടും ഇങ്ങനെ അരിഞ്ഞിങ്ങനെ കൊണ്ടിരിക്കുകയാണ്. യെസ്, ശേഷം നമ്മൾ എന്ത് ചെയ്തു, ഈ പാനിലേക്ക് കുറച്ച് എണ്ണയും നെയ്യൊക്കെ എടുത്തു അതിൻ്റെ അകത്തേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. ഒരു 5 സെക്കൻഡ് ശേഷം നമ്മൾ എന്താക്കി, അത് മറ്റൊരു പാത്രത്തിലേക്ക് നമ്മൾ എന്താക്കി മാറ്റി വെച്ചു. പിന്നെ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, കുറച്ച് ഉള്ളി, നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളി ഇതാ നമ്മൾ എണ്ണയിലിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അത്യാവശ്യം നല്ല ഉള്ളി ഉണ്ട്, അതുകൊണ്ട് നമ്മൾ 2 ട്രിപ്പായിട്ടാണ് നമ്മൾ ഇത് ചെയ്തത്. യെസ്, ഇതിൻ്റെ കളർ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ നല്ല വൈറ്റ് ആയിട്ടാണ് ഇത്, ഏകദേശം ഒരു റെഡിഷ് ബ്രൗൺ അല്ലെങ്കിൽ ഒരു ഗോൾഡൻ കളറിലേക്ക് നമുക്ക് കിട്ടണം. കുറച്ച് ഉപ്പൊക്കെ നമ്മൾ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. യെസ്, ഇനി നമുക്ക് പെട്ടെന്നാവുമെന്ന് നമ്മൾ വിചാരിക്കാം. യെസ്, കളർ ചെറുങ്ങനെ ഇങ്ങനെ മാറി തുടങ്ങുന്നുണ്ട് ഗൈസ്. യെസ്, എത്താനായി, മാറി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഈ സാധനം നമ്മൾ എന്താക്കി, മറ്റൊരു പ്ലേറ്റിലേക്ക് അങ്ങ് തട്ടി. കളറൊക്കെ നല്ലപോലെ മാറിയിട്ടുണ്ട്. ശേഷം മറ്റൊരു പ്ലേറ്റിൽ നമ്മൾ എന്താക്കി, കറുകപ്പട്ട, ഗ്രാമ്പൂ, ഏലക്കായ്, നാരങ്ങ സാധനങ്ങളൊക്കെ എടുത്തു. ഇനി അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഏലക്കായ് ഒന്ന് സെറ്റാക്കണം. യെസ്, അങ്ങനെ അത് നമ്മൾ സെറ്റാക്കി. ഇനി നമ്മൾ നേരത്തെ കുക്കറിൽ നമ്മൾ വേവിച്ച് വെച്ച സാധനം നമ്മൾ ഒന്നുകൂടി നോക്കി, ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ അരിയുടെ പരിപാടിയിലേക്ക് കടക്കുകയാണ്. അതിന് നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ചു. പിന്നീട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച സാധനങ്ങൾ ആയ കറുകപ്പട്ട, ഗ്രാമ്പൂ, ഏലക്കായ്, പിന്നെ അതിനുശേഷം നാരങ്ങ നീരൊക്കെ ശേഷം നമ്മൾ അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ച അരി, കൈമ അരി നമ്മൾ അതിലേക്ക് ഫില്ല് ചെയ്തു ഗൈസ്. യെസ്, ഇനി നമ്മളൊന്ന് 2 കലക്കും ഇളക്കി വയ്ക്കണം. ഇനി നമ്മൾ വീണ്ടും നമ്മൾ ബീഫിലേക്ക് നമുക്ക് നോക്കി, ഇതിന് കുറച്ച് ടച്ചിങ്സ് പരിപാടി നമ്മൾ ഇതിൽ ചെയ്ത് വെക്കാനുണ്ട്. യെസ്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. വാവ്, അപ്പോഴത്തേക്കും ഇതാ നമ്മുടെ റൈസ് ഒന്ന് സെറ്റായിട്ടുണ്ട്. നല്ല ആവിയൊക്കെ വന്നിട്ടുണ്ട്, നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. വായിൽ നമ്മൾ വെള്ളം മൂറിയിട്ടുണ്ട്. കപ്പൽ ഓടിക്കാൻ നമുക്ക് പറ്റും ഗൈസ്. ഇനി നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ എടുത്തു വെച്ച ബീഫിൻ്റെ കാര്യം എന്തായെന്ന് നോക്കണം. അപ്പോൾ വേവിച്ച് വെച്ചതാണ്, ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ വെച്ചു, ഗ്രേവി ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഇനി വേവിച്ച് വെച്ച അരി നമ്മൾ എന്താക്കണം, ഫില്ല് ചെയ്ത് കൊടുക്കണം. യെസ്, നമ്മൾ ഒന്നാമത്തെ തട്ട് നമ്മൾ തട്ടി, രണ്ടാമത്തേത് തട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ എന്താക്കണം, ഫസ്റ്റ് ലെയർ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയൊക്കെ അല്ലേ, അതും കൂടി നമ്മൾ എന്താക്കണം, ഇത് കൂടി നമ്മൾ ആഡ് ചെയ്യണം. അങ്ങനെ നമ്മുടെ സാന്ദ്ര വി പി ഇതിങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ശേഷം നമ്മൾ എന്താക്കണം, കുറച്ച് നെയ്യ്, കുറച്ച് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്താക്കണം, 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ചുഴിച്ചിങ്ങെടുക്കുക. യെസ്, പിന്നെയും നമ്മൾ നേരത്തെ ചെയ്ത അതേ പണി തന്നെ അങ്ങ് തുടരുക ഗൈസ്. രണ്ടാമത്തെ ലെയർ നമ്മളിട്ടു. യെസ്, അത് ഏകദേശം അത് ഫുള്ളായിട്ടുണ്ട്. നമ്മളതിങ്ങനെ അത് കഴിയുന്നവരെ നമ്മൾ എന്താക്കുക, മാക്സിമം ഫുള്ളാക്കി വെക്കുക. എന്നിട്ട് അതേ കണ്ടിന്യൂ ചെയ്യുക. നമ്മൾ കുക്കർ അടയ്ക്കാൻ പോവുകയാണ്. എല്ലാ സാധനങ്ങളും നമ്മൾ ഇട്ടിട്ടുണ്ട്. യെസ്, ഓക്കെ, നമ്മൾ കുക്കർ അടയ്ക്കാൻ പോവുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ കുക്കർ അങ്ങ് അടച്ചു. പിന്നെ അങ്ങ് ഒന്നും നോക്കിയില്ല, ഒരു ലോ ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ അങ്ങ് ഇട്ടു. ഇത് ഏതാ ഫ്ലെയിം, ലോ ആയിരിക്കും. യെസ്, പിന്നെ ഞാനൊരു കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ എത്തി. ഇപ്പോൾ പിന്നെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്ക് സാന്ദ്ര വി പി നമ്മളെ കൂടെ ആഘോഷത്തിൽ പങ്കുചേരാൻ വി പിയും അങ്ങ് എത്തി. വാവ്, അങ്ങനെ നമ്മൾ ദമ്മ് പൊട്ടുകയാണ് ഗൈസ്. വാവ്, നല്ല കരിഞ്ഞ മണമൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. യെസ്, അങ്ങനെ നമ്മൾ പ്ലേറ്റ് എടുത്തു. ഒരു 2-3 തട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് അങ്ങ് തട്ടി. എൻ്റെ മോനെ, വിഷയം എന്ന് പറഞ്ഞാൽ വിഷയം, ഒന്നും പറയാൻ ഇല്ല ഗൈസ്.
അങ്ങനെ ഒരു 3 തട്ട് ഞാനങ്ങ് തട്ടി. പിന്നെ ഒരു 2, 3 തട്ട് ഞാൻ വിപിക്ക് ഞാനങ്ങ് കൊടുത്തു. പിന്നെ അടുത്ത ഊഴമെന്ന് പറഞ്ഞാൽ എനിക്ക് അത് ടേസ്റ്റ് ചെയ്ത് നോക്കാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടി എനിക്കുണ്ടായിരുന്നു. വിപിയുടെ മുഖത്ത് കുറച്ച് കുറച്ച് ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ കാണുന്നുണ്ട്. യെസ്! ഈ നമ്മളങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഒരു മൊരിഞ്ഞ ഒരു ബീഫങ്ങ് എടുത്ത് വായിൽ വെച്ചതും എൻ്റെ മോനെ വിഷയം. അങ്ങനെ വീണ്ടും വീണ്ടും ഞാൻ സാന്ദ്ര വിപിക്ക് ഒരു താങ്ക്സ് പറഞ്ഞു. ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ കുറച്ചൊരു കഷ്ണം സാന്ദ്ര വിപിക്കും കൊടുത്തു. പിന്നെ ഒരു ഷാൻ ജിയോയ്ക്ക് ഒരു താങ്ക്സ് പറഞ്ഞു. താങ്ക് യു ഗൈസ്.